ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 കാർഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മൂന്ന് സെക്ഷനാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ്. റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 1 2 3. ഓക്കെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി, നിങ്ങളുടെ ജീവിതത്തിൽ 10 ഓഫ് കപ്പിൻ്റെ എനർജി വരും. വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ തേർഡ് പാർട്ടി എനർജിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയിലാണ്. ഇത് ഏത് സിറ്റുവേഷനിലാണെങ്കിൽ തന്നെയും, ഫാമിലി ആണെങ്കിലും മറ്റേതെങ്കിലും ലവ് റിലേഷനിലാണെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ 10 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വന്നേക്കാം. അത് നിങ്ങൾ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാത്രം. ഇത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാമില്ല. എനിക്ക് മൂവ് ഓൺ ചെയ്യണം, എനിക്ക് പറ്റില്ല, എനിക്കിങ്ങനെ തേർഡ് പാർട്ടിയോടൊപ്പം പോയിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തതെങ്കിൽ അവർക്ക് മൂവ് ഓൺ ചെയ്യാവുന്നതുമാണ്. കാരണം ഈ ഒരു സമയം തേർഡ് പാർട്ടി ഒരു ഡെവിളിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ ഷാഡോയിലാണ്. അവരെന്താണ് പറയുന്നത് അത് മാത്രമാണ് അനുസരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവർ വെയിറ്റ് ചെയ്തിരുന്നാലും, അവരുടെ പേഴ്സൺ തിരിച്ചു വന്നിരുന്നാലും അവർക്ക് 10 ഓഫ് സോഡിൻ്റെ എനർജി ആയിരിക്കും. അവർക്ക് പുറത്ത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഡിപ്രഷനിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഓക്കെ, മൂവ് ഓൺ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്താണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ലൈഫ് എത്ര സഹിക്കേണ്ടി വന്നിരുന്നാലും ഞാൻ അത് മുന്നോട്ട് തന്നെ പോകും എന്ന് വിചാരിക്കുന്ന പേഴ്സണാണ് ഈ ഒരു ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ കൂടിയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം മൂവ് ഓൺ ആണ് കാണിച്ചിരിക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിളാണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരും. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ വിട്ടുപോയിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. വന്നു കഴിഞ്ഞാൽ എന്നാലും ഒരു 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു സെലക്റ്റീവ് കാർഡ് റീഡിങ് എന്നുള്ള രീതിയിലാണ് ഇതെടുത്തിരിക്കുന്നത്. ചില സത്യങ്ങൾ പെയിൻഫുള്ളാണ്, പക്ഷേ അത് സത്യമായിരിക്കാം. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഈ ജനറൽ റീഡിങ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് തന്നെ നോക്കണം. ഒരുപാട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റീഡിങ് നോക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല. എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കാത്തത്. ടൈമിലുപരി സത്യത്തിന് എപ്പോഴും ഒരു പെയിനുണ്ട്. ആ പെയിൻ നിങ്ങളോട് പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നവരുടെ അടുത്ത് എനിക്ക് സത്യം കറക്റ്റ് അതിൽ കാണുന്നത് പോലെ എനിക്ക് ഓപ്പണായിട്ട് പറയേണ്ടി വരും. ആ പറയുമ്പോഴത്തേക്ക് അവരൊരുപാട് കരയുകയും വിഷമിക്കുകയും ചെയ്യുന്നതൊന്നും എനിക്ക് കാണാൻ കഴിയത്തില്ല. കാരണം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന വ്യക്തിയാണ്. 2-3 റീഡിങ് എടുത്തു. അതിൽ 2 റീഡിങ് തന്നെയും ഒരുപാട് പെയിൻ തരുന്നതായിരുന്നു. അപ്പം എൻ്റെ ദിവസങ്ങളും പോയി. എനിക്ക് ഡ്യൂട്ടിക്ക് പോലും പോകാൻ വയ്യാത്ത രീതിയിൽ ഞാനും വിഷമിച്ച അവസ്ഥയിൽ എനിക്ക് വന്നു. അപ്പം അതെനിക്ക് കാരണം ഇമോഷണലായിട്ട് ഞാൻ കൂടുതൽ അറ്റാച്ചാണ്. അപ്പം പതുക്കെ കൊണ്ട് അതൊക്കെ മാറുള്ളൂ. കാരണം
ടാരോ റീഡ് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ ആവാൻ പാടില്ലെന്നാണ്. അതിപ്പോൾ എൻ്റെ തുടക്കം കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സമയത്ത് എന്തായിരുന്നാലും ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല. പേഴ്സണൽ റീഡിങ് എടുത്താൽ തന്നെ അത് പ്രൊഫഷണലല്ല, അത് പ്രൊഫഷണലായിട്ട് ഞാനിത് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, എനിക്ക് ടൈമില്ലായിരുന്നു, കാരണം എൻ്റെ ജോലി മറ്റൊന്നാണ്. അപ്പം അതിൻ്റെ കൂടെ ഇത് കൂടി പേഴ്സണൽ റീഡിങ്ങിൽ കൊണ്ടുപോകാൻ പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, ആദ്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ മാത്രം നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറണ്ട് എനർജി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്, the Fool, Nine of Wands, Six of Swords, Seven of Swords, okay. ഈ ഒരു സമയം നിങ്ങൾ ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജിയിലോട്ടാണ് മാറിയിരിക്കുന്നത്. എന്താണോ മുന്നിലിപ്പം ഇനി എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് വരട്ടെ. യൂണിവേഴ്സ് എന്താണ് എന്നിൽ തീരുമാനിച്ചിരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. വരുന്ന സമയത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എല്ലാം യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സറണ്ടർ ആയിരിക്കുന്നു. ഓക്കെ, മറ്റു ചില വ്യക്തികൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ വെയിറ്റിങ്ങിൽ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു തീരുമാനം അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ലൈഫിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. നിങ്ങൾ അഫർമേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം അതുകൂടി കഴിയട്ടെ, അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ തീർച്ചയായിട്ടും എന്തായിരുന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്ക് എൻ്റെ പേഴ്സണെ തന്നെ മതി, ഇനി മുന്നോട്ട് ഇനി എത്രയൊക്കെ പെയിൻ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും ശരി തന്നെ ഞാൻ മുന്നോട്ട് തന്നെ പോകും, എനിക്കെൻ്റെ പേഴ്സൺ തന്നെ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുന്ന വ്യക്തികളുമുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് വലിയ അപകടമാണ് എന്ന് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഫാൻറ്റസി ആയിട്ടുള്ള ചിന്തകളിലും കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഫൂളാണ് വന്നിരിക്കുന്നത്.
മുന്നിൽ കുഴിയാണെന്നും മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ അപകടമാണെന്നും ഇവിടെ സണ്ണ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപകടത്തിൽപ്പെടാത്ത വണ്ണം നിങ്ങൾക്ക് രക്ഷപ്പെടാം. കാരണം ഇവിടെ ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു കാര്യം, ഒരു നായയാണ്, ഒരു ഡോഗാണ് വന്നിരിക്കുന്നത്. ആ ഡോഗി വിളിക്കുന്നുണ്ട്, പോകരുതേ, മുന്നോട്ട് പോകരുതേ എന്ന് പറയുന്നുണ്ട്. ലോയൽറ്റിയാണ്. ഡോഗ് എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു എനർജി തന്നെയാണ് പറയുന്നത്, നിങ്ങളടുത്ത് മുന്നോട്ട് പോകരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് പോകുക. ഇതൊരു വാണിംഗ് കൂടിയാണ് യൂണിവേഴ്സിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ടാകും. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഏറ്റവും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. 0 എന്ന് പറയുന്നത് ഒരു വാല്യൂം ഇല്ലാത്തതാണ്. നിങ്ങൾ ഒരു വാല്യൂം ഇല്ലാത്തതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് ഏറ്റവും ചിന്തിച്ച് വേണം എടുക്കാൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒക്കെ നിങ്ങൾ ഒരുപാട് വിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, ആ യാത്രയ്ക്ക് പോകുന്നെങ്കിലും തന്നെയും അത് നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നെങ്കിലും അത് യൂണിവേഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും എടുത്ത് ചാടി ചെയ്യരുത്. ഒരു കാര്യത്തെക്കുറിച്ച്, അതിലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തീരുമാനിക്കാവൂ. ഓക്കെ, എന്തായാലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യൂണിവേഴ്സിലേക്ക് നോക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ, ചില ആൾക്കാരുടെ ഉപദേശങ്ങൾ, ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് തീരുമാനിച്ച ഒരു കാര്യം ലക്ഷ്യമിട്ട് തന്നെ നിങ്ങളുടെ ന്യൂ ബിഗിനിങ്ങിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ മാനസികമായിട്ടൊക്കെ നിങ്ങളൊരു സ്ട്രോങ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടിരുന്നാലും അതെല്ലാം ഒരു സൈഡിൽ കൂടി തന്നെ കടന്നു പോകും. എന്തെല്ലാം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ശരി തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു പതർച്ചയും യാതൊന്നും വരുന്നില്ല. നിങ്ങളുടെ മനസ്സ് ഈ ഒരു സ്ട്രോങ്ങിൽ കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണെങ്കിൽ ശരി, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ മനസ്സ് പതറാതെ സ്ട്രോങ് ആയിട്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഒരു സിംഗിൾ മദറിനെ കാണിക്കുന്നു. ഒരു പക്ഷേ ഒരു സിംഗിൾ മദർ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല അഡ്വൈസ് തരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള സിംഗിൾ മദറിൻ്റെ അഡ്വൈസ് ഉണ്ടായിരിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡാണ്. അതൊരു സിംഗിൾ മദറാണ്. ചിലപ്പോൾ നിങ്ങളെ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിലുള്ള വ്യക്തികളോ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു നല്ലത് ആഗ്രഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. അതൊരു സിംഗിൾ മദർ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ മദർ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് മെയിലാണ് കാണുന്നതെങ്കിൽ മെയിലിനെ ഒരു ഫീമെയിൽ ക്യാരക്ടർ, എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്. ആ ഉപദേശം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ അഭിപ്രായം. ഓക്കെ, ചില വ്യക്തികൾ എന്തായാലും നിങ്ങൾ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്ത് റിസൾട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇതിൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിളാണ്. ഒരു മൂവ് ഓൺ ആണ് കാണിക്കുന്നത്. നിങ്ങളിപ്പം ഒരു മൂവ് ഓണിൻ്റെ എനർജിയാണ് ഈ ഒരു 5 ഓഫ് പെൻറ്റിക്കിൾ കാണിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി മനസ്സൊരുങ്ങിയിരിക്കുന്നു. ചിലപ്പം പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കത്തില്ല, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആകുന്നതിന് വേണ്ടി മനസ്സൊരുങ്ങിയിരിക്കുന്നു. ഓക്കെ, എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഫൂളിൻ്റെ എനർജി അത് തന്നെയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ഗോ വിത്ത് ഫ്ലോ പോകട്ടെ. ഞാൻ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് കിങ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇവിടെ എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പഴയ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. വീണ്ടും ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കുട്ടിക്കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്. അതൊരു സ്ത്രീ തന്നെയാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്. സിംഗിൾ മദർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീണ്ടും ഇവിടെ ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവർക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പരമായിട്ട് തന്നെയാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് ഇത് 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയാണ്. നിങ്ങളെ അടുത്തറിയാവുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ കൊച്ചുനാളിലത്തെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ കൂടെ ഉള്ള വ്യക്തിയായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെ ഉപദേശിക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കാം ഉപദേശിക്കുന്നത്, സിംഗിൾ മദർ ആണെങ്കിൽ. ഓക്കെ, ദ ഫൂളിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കും. ഓക്കെ, ഫൂളിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ജസ്റ്റിസും ദ വേൾഡും ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. എന്താണ് ന്യൂ ബിഗിനിങ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ന്യൂ ബിഗിനിങ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 4 ഓഫ് സോഡ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച വ്യക്തികൾ തിരിച്ച് നിങ്ങളിലേക്ക് എന്തായാലും മടങ്ങി വരുന്നതാണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കായിരിക്കാം. ഓക്കെ, ആദ്യമേ എടുത്തതിൽ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ എനർജി ആയിരിക്കും ഈ വരുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും അവർ ഈ ഒരു സമയം നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളെല്ലാം നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികൾ ഇപ്പം അവർ ഒരു ദുഃഖ കണ്ടീഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ ചതിച്ച വ്യക്തിക്ക് ഒരിക്കലും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അവർ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ വഞ്ചിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ, ചിലപ്പോൾ ജോലി കാര്യത്തിലായാലും ശരി തന്നെ, മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കുറ്റബോധത്തിൻ്റെ ആയിട്ടുള്ള അവരുടെ കുറ്റബോധം അവരെ തന്നെ വലച്ച് ഒരു കൂട്ടിൻ്റെ അകത്താക്കിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ മാനസികമായിട്ട് ചിലപ്പോൾ പുറമേ നോക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, പക്ഷേ അവരുടെ മനസ്സ് അവരെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണമാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, നീ കാരണമാണ് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കുറ്റബോധം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഒന്നുകിൽ എന്തെങ്കിലും അസുഖങ്ങളിലോ മറ്റോ അവർ തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം, എന്തെങ്കിലും രോഗത്തിൽ അവർ പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണം, എന്തെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെ പെയിൻ ചെയ്ത വ്യക്തികൾ എന്തായാലും നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്? 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ
എന്തിനൊക്കെയോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് നിങ്ങളുടെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ പെയിനാണ്. കാരണം 6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. എന്തായി തീരും, ഒരുപാട് വേദനകൾ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും ഈ ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറച്ചു നിൽക്കുകയാണ്. കാരണം പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ദീർഘവീക്ഷണം ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ലൈഫ് വന്നു കഴിഞ്ഞാൽ, ഓഫർ വന്നു കഴിഞ്ഞാൽ ഇനിയും നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ നിങ്ങൾക്ക് പെയിൻ തരേണ്ടി വരുമോ, നിങ്ങൾ ഇനിയും ഇതുപോലെ പേഴ്സണെ വിട്ടു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓഫർ വേണം, ഓഫർ കൊടുക്കണം, ഓഫർ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഓവർ തിങ്കിങ് നിങ്ങളെ ഒന്ന് സ്റ്റക്കാക്കി വെക്കുന്നുണ്ട്. കാരണം മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം 7 ഓഫ് സോഡ്. നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചില ചീറ്റിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവമായിരിക്കണം നിങ്ങളെ കൂടെയുള്ള വ്യക്തികളെ വിശ്വസിക്കാൻ. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളെ ഏൽപ്പിക്കും, അവർ ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ തലയിലാക്കി വയ്ക്കും. അപ്പോൾ ഒരു ശ്രദ്ധയോടുകൂടി വേണം നിൽക്കാൻ എന്നുള്ളൊരു വാണിംഗ് കൂടിയാണ് ഇവിടെ 7 ഓഫ് സോഡ് തരുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യമായി ചെയ്യുക. പകുതി ഇട്ടേച്ച് പോകുന്ന ജോലിയായിട്ട് ചെയ്യുക. കാരണം എടുപിടി എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ട് എത്രയും സ്പീഡിന് ചെയ്തിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ നിങ്ങൾ പോകുന്ന അവസ്ഥയിൽ കൂടി പോകരുത്. ചില കാര്യങ്ങളും ചിലവർക്ക് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം അറിയുന്നില്ലായിരിക്കാം. എങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല അത് ഏത് രീതിയിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും അത് ചെയ്യാം, ഞാൻ അത് ചെയ്തോളാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് വാണിംഗ് തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെ ചതിക്കാൻ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ടോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും നഷ്ടമാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യവും മറ്റാരെങ്കിലും നിങ്ങളെ കൂടെ അടുത്ത് വന്നു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. 7 ഓഫ് സോഡിന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കാം. ചിലപ്പം ഒരുപാട് സ്നേഹം നിങ്ങൾ വിചാരിക്കും അത് നിങ്ങളുടെ സക്സസ് ആണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം ആ വ്യക്തി അല്ലെങ്കിൽ അവരത്രയും ലോയൽറ്റി കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ വിശ്വസിച്ച് പോകുകയും നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ തരികയും ഒരുപാട് ഭാരങ്ങൾ. 10 ഓഫ് സോഡിൻ്റെ എനർജി പിറകിൽ നിന്നുള്ള കുത്താണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കാരണം 7 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്നേഹം കൊണ്ട് നിങ്ങളെ പുറമേ നിന്ന് ചതിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് സ്നേഹം കാണിച്ച് വരികയും ചിലപ്പോൾ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും, കാരണം ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നിങ്ങളുടെ പേഴ്സണ് എതിരെ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. അങ്ങനെ കേസ് കൊടുത്ത വ്യക്തികൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് മാത്രമാണ് ഇത് ചിലപ്പോൾ റെസനേറ്റ് ആകുന്നത്. നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുകയോ അല്ലെങ്കിൽ കേസ് കൊടുത്ത വ്യക്തികളോ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊരുപാട് 10 ഓഫ് കപ്പിൻ്റെ എനർജിയുമായിട്ട് നിങ്ങളടുത്ത് വരികയും നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക്
ഒരുപാട് പെയിൻ തന്ന് നിങ്ങൾക്ക് ഒരുപാട് ഭാരം തരുന്ന രീതിയിൽ. ഓക്കെ ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അപ്പം ചില ഫാമിലിയിൽ നിന്നുള്ള ഭാരങ്ങൾ നിങ്ങൾക്ക് ചുമക്കേണ്ടതായിട്ട് വരും. ഫാമിലി 10 ഓഫ് കപ്പ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന വ്യക്തി, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ചില വ്യക്തികൾ ഇത് അനുഭവിച്ച് കഴിഞ്ഞതായിരിക്കാം, മറ്റു ചിലവർ ഇപ്പം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഇന്ന വ്യക്തിയിൽ നിന്ന്, ഞാൻ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് എനിക്കിപ്പോൾ ഇത്രത്തോളം വേദന ലഭിക്കുന്നു, ഒരു ചീറ്റിംഗ് എനിക്ക് ലഭിക്കുന്നു, ഞാൻ അത്രത്തോളം വിശ്വസിച്ച വ്യക്തിയായിരുന്നു എന്നെ ചതിച്ചത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. മറ്റു ചിലവർക്ക് ഈ എനർജി ഇപ്പോൾ നടക്കുന്നതേ ഉള്ളായിരിക്കാം. ഓക്കെ, ഇനി നടക്കാൻ പോകുന്നതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക. 6 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളിപ്പം മാനസികപരമായിട്ടും എത്രത്തോളം പെയിനായിരുന്നോ ആ ഒരു പെയിനിൽ നിന്നെല്ലാം നിങ്ങളിപ്പം മറ്റൊരു സ്ഥലത്തേക്ക് ശാന്തമായിട്ട് എല്ലാം സമാധാനമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കലങ്ങിയ മനസ്സിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് സമാധാനം വരണമെന്ന് അന്വേഷിച്ച് പോവുകയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളെന്തായിരുന്നാലും ഇപ്പം സ്പിരിച്വലായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. നിങ്ങളിപ്പം അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൽ തന്നെ നിങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയെക്കുറിച്ച് വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ആ ഒരു സ്നേഹവും നിങ്ങളുടെ ഇമോഷനെല്ലാം നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്നത് ഫുൾ കാർഡ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇമോഷൻ പരമായിട്ട് നിങ്ങൾ വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെല്ലാം യൂണിവേഴ്സിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സ് ചെയ്തു തരട്ടെ എന്നും പറഞ്ഞ് കപ്പിനെ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നടത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനിൽ കൂടിയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ആ സിറ്റുവേഷനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുകയാണ്. 10 ഓഫ് വാണ്ട് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ചില വ്യക്തികൾ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ വർക്ക് സംബന്ധമായിട്ടായിരിക്കാം, അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം. എപ്പം ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നാണെങ്കിൽ ശരി തന്നെ, ജോലി സ്ഥലത്ത് നിന്നാണെങ്കിൽ ശരി തന്നെ, കൂട്ടുകാരിൽ നിന്നാണെങ്കിൽ ശരി തന്നെ, നിങ്ങൾക്ക് എപ്പോഴും ഓരോരോ ബേർഡൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച ഇത് മൊത്തം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ മറ്റ് വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഷെയർ ചെയ്ത കാര്യങ്ങൾ മുഴുവനും തിരിച്ച് നിങ്ങളിൽ തന്നെ ഇപ്പം പല വ്യക്തികളടുത്ത് പറഞ്ഞ് നിങ്ങൾ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത രീതിയിലോ നിങ്ങൾ ഈ കടന്നു പോകുന്ന അവസ്ഥയിൽ കൂടിയായിരിക്കും ഈ ഒരു സമയം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സങ്കടം കൊണ്ട് മറ്റു വ്യക്തികളടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതോ ജോലി സ്ഥലത്ത് സംഭവിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ടുമായിട്ടോ മറ്റോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, 10 ഓഫ് വാണ്ടിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് വരുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. നിങ്ങൾ ആരെയാണോ വിശ്വസിച്ചിരുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ ഓവർ വർക്ക് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് മറ്റുള്ളവരുടെ വർക്ക് കൂടി നിങ്ങളുടെ തലയിൽ വെച്ച് തരുന്ന അവസ്ഥയിൽ കൂടിയായിരിക്കാം ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ വർക്കിനോടും മറ്റും നിങ്ങളുടെ ലോയൽറ്റി ഉള്ള വ്യക്തിയാണ്. കാരണം 8 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങളുടെ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ്. അപ്പം ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളുടെ തലയിലോട്ട് ഒരുപാട് വർക്ക് ലോഡ് വെച്ച് തരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി.
ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കേടുമ്പോൾ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയോ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഐസൊലേഷനാണ് വേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല, എല്ലാം വിട്ടെറിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇനി ഒന്നും കാണണ്ട, ഈ ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറച്ച് നാൾ നിൽക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും എനിക്ക് മൂവ് ഓൺ ആവണം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണെങ്കിൽ ശരി തന്നെ, ഈ ഒരു യൂട്യൂബ് വീഡിയോ നോക്കുന്നതിൽ നിന്നാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഐസൊലേഷൻ ആവണം. ഒന്നും ഈ ഒരു സമയത്ത് സഹിക്കാൻ നിങ്ങൾക്ക് വയ്യ, എല്ലാം വിട്ടേച്ച് പോകണമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഓക്കെ, ഐസ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, കാരണം അത്രയേറെ പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 9 ഓഫ് സോഡിൻ്റെ പെയിനാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ലഭിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ പേഴ്സണും വരണ്ട, ഒന്നും വരണ്ട. നിങ്ങൾക്കിപ്പം എല്ലാവരുടെ എനർജിയല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു സമാധാനം വരണം. നിങ്ങളുടെ മനസ്സിപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നിങ്ങൾക്കൊരു മൂവ് ഓൺ ചെയ്യണം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും ഇപ്പോൾ ആലോചിക്കേണ്ട, അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണം. മറ്റെന്ത് സാഹചര്യം, ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കിപ്പം ടാരോ റീഡ് നോക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, എനിക്കിതിൽ നിന്നെല്ലാം ഈ ഒരു റീഡിങ്ങിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇതൊന്നും നോക്കാതെ എടുക്കാതെ എനിക്ക് മാറി നിൽക്കണമെന്ന് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ എനർജി ഇപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും റീഡിങ് ചിലപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുമായിരിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ആക്കാൻ നോക്കരുത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും കാണുന്ന റീഡിങ്ങും കൂടിയാണ്. ഓക്കെ, ഇതിപ്പോൾ മെയിൽ കണ്ടാലും ഫീമെയിൽ കണ്ടാലും സെയിം എനർജി തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും വരുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നോക്കുന്നതായിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ നോക്കുന്നത്. ടാരോ റീഡിൽ എനർജി ബേസിലാണ് കൂടുതലും റീഡിങ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കരുത് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങൾ തന്നെ നിന്ന് നിങ്ങളുടെ എനർജിയും പ്രാർത്ഥനയും എല്ലാം കൂടെ നിന്ന് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇത് ഓൺലൈനാണ്, ഒരുപാട് പേര് കാണുന്ന എനർജിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളുടെ തന്നെ മാത്രമായിട്ടുള്ള എനർജിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ കാണുന്ന വ്യക്തികളുടെ എനർജി എല്ലാം പിക്കാവും. ഓക്കെ, കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ എനർജി ഈ ഒരു സമയം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫോർ ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ഓവറോളാണ്, ബാക്കി നോക്കാം. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സന്തോഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 6 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ഫുൾ എനർജിയാണ്. ഗോ വിത്ത് ഫ്ലോ പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. അവർ കൂടുതലും അവരുടേതായ ഗ്രോത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ ഈ ഒരു സമയത്ത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അവർ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. 9 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ചിലതൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് അവർ മറ്റെന്തിനോ വേണ്ടിയിട്ട് അവരെന്തോ ഒരു കാര്യം ചെയ്തു വെച്ച് അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവർ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാം അവർ മജീഷ്യനാണെന്ന്. അവരെന്ത് തന്നെ വിചാരിച്ചാലും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്നവർക്കറിയാം. ഇപ്പം നിങ്ങളെയാണ് അവർക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരും. അവരുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള അത്രയും സ്ട്രെങ്ത് അവർക്കുണ്ടെന്ന് അവർക്കറിയാം. അവരെന്ത് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കും എന്നുള്ളത്
അവർക്ക് മനസ്സിലായി. എപ്പോഴും വിജയങ്ങൾ അവർക്ക് മാത്രമാണ് എന്ന് കരുതുന്ന വ്യക്തികളാണ് അവർ. ഈ ഒരു സമയത്ത് എന്തായാലും അവരുടെ ജീവിതത്തിൽ മറ്റ് ചില സന്തോഷങ്ങൾ നടക്കുകയാണ്. അത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇത് അവരുടെ ഇതിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് ഓവറോൾ എനർജിയിൽ വലിയൊരു പ്രശ്നമല്ല. അവരിപ്പോൾ ഹാപ്പിയാണ് എന്നാണ് ഓവറോൾ എനർജി കാണിക്കുന്നത്. ഓക്കെ, അവർ എന്തായാലും ഗോ വിത്ത് ഫ്ലോ പോകുകയാണ്. എന്ത് തന്നെ വന്നിരുന്നാലും അത് സഹിക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 6 ഓഫ് വാണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ആഘോഷം നടക്കുകയാണ്. ഓക്കെ, ഇവിടെ ആഘോഷം, ഇവിടെ ആഘോഷം, ഇവിടെ ന്യൂ ബിഗിനിങ്, ദ മജീഷ്യൻ, ഓവറോൾ എനർജി, അതും ആഘോഷം. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പം സന്തോഷത്തിൻ്റെ സമയമാണ്. ഇത് ആരുടെ എനർജി എന്നറിയത്തില്ല, നോക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസോ വല്ലതും ലഭിക്കുന്നുണ്ടായിരിക്കാം. അവർ ഈ ഒരു സമയം ഭയങ്കര ആഘോഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരുടെ ലൈഫിൽ ചിലപ്പം അവരുടെ എന്തെങ്കിലും പഠിത്തമോ ജോലിയോ എന്തുമായിട്ടെങ്കിലും ബന്ധപ്പെട്ട് അവർക്കൊരു വിജയം ലഭിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അവർ എന്തെങ്കിലും പഠിച്ച് നല്ല വിജയം ലഭിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കോളേജുകളിലോ മറ്റെന്തെങ്കിലും സ്ഥലങ്ങളിലേക്ക് അവർ ആപ്ലിക്കേഷൻ കൊടുത്തത് അത് അവർക്ക് സക്സസ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ചുകൂടി ഉയർച്ച സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥാനം അവർക്ക് ലഭിച്ചു. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാദർ ഫിഗർ അവരുടെ ലൈഫിലേക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഓക്കെ, ഒരു ഫാദർ ഫിഗറാണ്. ഇന്നലെ വന്ന ആ എനർജി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാണിക്കുന്നത്. 6 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഉത്സവമാണ്, ഒരു ജയാഘോഷമാണ്, ഒരു വിവാഹമാണ്, എല്ലാം കാണിക്കുന്നുണ്ട് അതിൽ. അപ്പം തീർച്ചയായിട്ടും ഒരു ഫാദർ ഫിഗർ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു വിവാഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു സന്തോഷത്തിൻ്റെയോ തീരുമാനം എടുത്തിരിക്കുന്നു. അത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ശരി, നമുക്ക് അടുത്ത നോക്കാം. ദ ഫൂൾ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ എനർജി എന്തായാലും ഇന്നലെയും വന്ന എനർജിയാണ് ഈ ഫാദർ ഫിഗറിൻ്റെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ ഫൂളിനെ ക്ലാരിഫൈ ചെയ്തു വന്നത് മജീഷ്യനാണ്. ഇവിടെ മജീഷ്യൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ചില വ്യക്തികൾ തീരുമാനിക്കുന്നു അവർ പോകുന്ന പാത്ത് എന്ത് തന്നെ ആയിരുന്നാലും അത് ശരിയായ രീതിയിൽ കൂടി തന്നെയാണ് അത് പോകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, മജീഷ്യൻ അവരുടെ വിശ്വാസമാണത്. അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സത്യമാണെന്നും അത് സക്സസ് ആകുമെന്നും അവർ വിശ്വസിക്കുന്നു. നമ്പർ 1 കാർഡാണ്. അവർക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നും അവർ ചെയ്യുന്നത് എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് മറ്റുള്ളവർക്ക് വിഡ്ഢിത്തരമായിട്ട് തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ച് അത് ഏറ്റവും സക്സസ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതവർക്ക് പിന്നീട് ഇപ്പം ചിന്തിക്കുന്നത് ഓക്കെ ശരിയാണ്, അവർ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് അവർ ചെന്നു, പക്ഷേ അത് അവർക്ക് നാളൊരു സമയത്ത് ബേർഡനായിട്ട് മാറും. ഓക്കെ, ഇപ്പം എന്തായാലും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർ അത്രയും കോൺഫിഡൻസ് ആണ്, അവർക്കതിൽ ന്യൂ ബിഗിനിങ് ആണ്, അവർ സന്തോഷത്തിലാണ്, ഫ്രൂട്ട്ഫുള്ളാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ദ കിങ് ഓഫ് വാണ്ട്സ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് വാണ്ട്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നത്? അവരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ ഗ്രോത്തിനെ കുറിച്ചൊക്കെ അവരിപ്പോൾ ഈ ഒരു സമയം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കപ്പിൻ്റെ എനർജി ഒന്നുമില്ല. തീർച്ചയായിട്ടും അവരുടേതായ ചില കാര്യങ്ങളിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ മാത്രമാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കപ്പിൻ്റെ എനർജി വന്നു, പക്ഷെ അത് തകർന്ന് വീണിരിക്കുന്ന കപ്പാണ്. നിങ്ങളെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ.
ഓക്കെ, ചില വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർക്ക് അവരുടെ മനസ്സെല്ലാം തളർന്നിരിക്കുന്ന കാര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷനും അവരെടുക്കത്തില്ല. അവരുടെ കൈയും കണ്ണും എല്ലാം കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവർക്കിപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും അവരുടെ മുന്നിൽ കാണുന്നില്ല. അവരുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടാകുന്ന ഗ്രോത്ത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ചിലപ്പം മറ്റെന്തെങ്കിലും കാരണത്താലായിരിക്കാം അവരെ കണ്ണും കൈയും കെട്ടിയിരിക്കുന്നത്. മറ്റ് ചില ആൾക്കാരുടെ ഉപദേശങ്ങൾ കൊണ്ടായിരിക്കാം കണ്ണും കൈയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഗ്രോത്ത് നോക്കുന്നത് അവരുടെ ലൈഫിലേക്ക് കുറിച്ച് മാത്രമാണ്. ഓക്കെ, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഗ്രോത്ത് വേണമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഓഫർ തരണമെന്ന് ഈ ഒരു സമയത്ത് എന്തായാലും ചിന്തിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കുമായിരിക്കാം. നമുക്ക് നോക്കാം ഏസ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ ലൈഫിൽ എന്താണ് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് എന്താണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി എന്ത് ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി എന്ത് ന്യൂ ബിഗിനിങ് ആണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, ഒരു ഓഫറാണ് വന്നിരിക്കുന്നത്. വളരെ വളരെ മടിച്ച് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അപ്പോളജി കാണുന്നുണ്ട്. അവർ ഈ ഒരു സമയത്ത് കുറ്റബോധത്തിൽ കൂടി കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഓഫർ തരണമോ വേണ്ടയോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. വളരെ സ്ലോ ആക്ഷനാണ്. നിങ്ങളോടുള്ള കുറ്റബോധമുണ്ട്, നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ കുറ്റബോധമുണ്ട്. തീർച്ചയായിട്ടും മനസ്സൊക്കെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളോട് ചെയ്തതിന് മനസ്സ് തളർന്നിരിക്കുന്നു. നിങ്ങളുടെ കർമ്മ കാരണം നിങ്ങളുടെ ശാപം അവർക്ക് ലഭിക്കുമോ എന്നവർ ഭയക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഓഫർ കൊടുക്കണോ വേണ്ടേ, ശാപം അങ്ങനെ ഇനി വീഴുമോ, ഓഫർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നാശം സംഭവിക്കുമോ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം അവരുടെ ലൈഫിൽ സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തൊക്കെയോ ചിലത് നഷ്ടപ്പെടുത്തിയെന്നോർത്ത് അവർ വേദനിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മറ്റു ആൾക്കാരുടെ പ്രഷറിലൂടെയൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മറ്റ് ചില വ്യക്തികൾക്ക് ഇവിടെ പെയിനാണ് അനുഭവിക്കുന്നത്. അവർ മനസ്സോ സന്തോഷിക്കുന്നില്ല. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പെയിനാണ്. പുറമെ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി മുഴുവനും ഹാപ്പി എനർജിയാണ് വന്നിരിക്കുന്നത്, സെലിബ്രേഷൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം അവരുടെ മനസ്സാണ് ഈ നിൽക്കുന്നത്. ആ മനസ്സിന് പുറമെ ആൾക്കാരെല്ലാം സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അവർക്ക് ഓഫർ തരണമെന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെ, എന്തായി തീരും, ആരാണ് അവരെ കൂടെ ഒരു ഹെൽപ്പിനുണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയില്ല നിങ്ങളുമായിട്ടൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തങ്ങളും അവർ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്കയിൽ അവർ മടിച്ചു നിൽക്കുകയാണ്. ഓക്കെ, 9 ഓഫ് വാണ്ട്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. അവരുടെ പ്രണയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓക്കെ, പ്രണയത്തിന് വേണ്ടി തന്നെയാണ് അവർ കാത്തു നിൽക്കുന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങളാണ്. ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ട പ്രണയം. കാരണം ഇവിടെ 5 ഓഫ് വാണ്ടാണ്, 5 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓഫർ തരണമെന്നുണ്ട്, ന്യൂ ബിഗിനിങ് വേണമെന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ സന്തോഷങ്ങൾ നടക്കുന്നുണ്ട്. ആ സന്തോഷങ്ങളുടെ മധ്യത്തിൽ പോലും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരെ മറ്റുള്ളവരൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവരുടെ നിർബന്ധങ്ങൾക്ക് ഫാദർ ഫിഗറൊക്കെയാണ് വന്നിരിക്കുന്നത്. അവരുടെ നിർബന്ധങ്ങൾക്ക് അവർ നിന്നു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അവർ വിഷമിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഒരു ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് എന്തായാലും ഒരു ആക്ഷനും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മജീഷ്യനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ജഡ്ജിമെൻ്റ് ആണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ജഡ്ജിമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അവർ അഫർമേഷനാണ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ വരുമോ, അതോ അവർക്ക് ജഡ്ജിമെൻറ്റ് നേരിടേണ്ടതായിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ റിലേഷൻ തന്നെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് വല്ല കേസോ വഴക്കോ മറ്റെന്തെങ്കിലും ഇതിൽ വരുമോ, അല്ലെങ്കിൽ ആ ഒരു കേസോ വഴക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെക്കുറിച്ച് ഒരു അഫർമേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ദീർഘവീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻ്റെ അവസ്ഥ എന്താണെന്നും അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ല, അവർ ഇപ്പോൾ എല്ലാം സ്ലോ ഗതിയിൽ പോവുകയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു രണ്ട് മനസ്സോടു കൂടി ഇരിക്കുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനും വയ്യ എന്ന പ്രണയത്തെ, നിങ്ങളോടുള്ള സ്നേഹത്തെ അവർക്ക് വിട്ടുകളയാനും വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇരിക്കുന്ന അവർക്ക് ഇപ്പോൾ എന്തായിരുന്നാലും പ്ലാനിങ് വേണം. ഓക്കെ, ആ പ്ലാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എവിടെയും പ്ലാനിങ് ആണ് വന്നിരിക്കുന്നത്. പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം, കാരണം ഒരു വശത്ത് നിന്ന് അവരുടെ ഫാദർ ഫിഗർ ഫോഴ്സ് ചെയ്യുന്നു, മറുവശത്ത് നിന്ന് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ അവസ്ഥയിൽ കൂടി പോകുന്നു. മറ്റു ചില അത് വീട്ടിൽ സന്തോഷങ്ങളുടെ ഒപ്പം അവർക്കും എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അവരെ ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മൂവ് ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റിലീഫാകണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു എനർജിയിൽ നിന്നും ഇപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി, ടെൻഷൻ, കൺഫ്യൂഷൻ എനർജിയാണ്. പെയിൻഫുൾ എനർജി അല്ല, കൺഫ്യൂഷൻ എനർജിയാണ്. ഇവിടെ സോഡിൻ്റെ എനർജി വന്നിട്ടില്ല, പെയിൻഫുൾ സിറ്റുവേഷൻ വന്നിട്ടില്ല. ഒരു കുറ്റബോധത്തിൻ്റെ സിറ്റുവേഷൻ മാത്രമേ ഇടയ്ക്ക് വന്നിട്ടുള്ളൂ. അത് ഓവറോൾ എനർജിയിലാണ് വന്നിരുന്നത്. ഇവിടെ മൊത്തവും കൺഫ്യൂഷനാണ്. അവരുടെ ആഗ്രഹങ്ങൾ ഒരു വശത്ത്, വീട്ടുകാരുടെ ഫോഴ്സ് ഒരു വശത്ത്, നിങ്ങളുടെ എന്നുള്ള പ്രണയം ഒരു വശത്ത്, നിങ്ങളുടെ നഷ്ടപ്രണയം ഒരു വശത്ത്, നിങ്ങളെ ചതിക്കുന്നതിലുള്ള ജഡ്ജ്മെൻറ്റിനെ ഭയക്കുന്നത് ഒരു വശത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കലങ്ങി മറിഞ്ഞ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. അവർക്കിപ്പോൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടണം, ഒന്നും വേണ്ട, നിങ്ങളും വേണ്ട, ഇതൊന്നും വേണ്ട, കുറച്ച് നാളത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഒരു സമാധാനം ലഭിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സാകെ തീ ഏറി നടക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോടോ അല്ലെങ്കിൽ മറ്റെന്തിനോടോ അവർക്ക് ഒരു താല്പര്യവുമില്ല. ഓക്കെ, ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവത്തില്ല. സ്ഥിരമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ വീഡിയോകളും അവരുടെ വീഡിയോ എന്ന് ചിന്തിക്കരുത്. ചില വ്യക്തികൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എനർജി മൊത്തം ഇപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ വരാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരേ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നിരുന്നതിലെല്ലാം ഒരു റീയൂണിയനും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഓക്കെ, ഒരു കപ്പിൻ്റെ എനർജിയൊക്കെ ഒരുപാട് വന്നിരുന്നു. ഇതിലെന്തായിരുന്നാലും ഈ 2 ദിവസം കൊണ്ട് കപ്പിൻ്റെ എനർജി ഇല്ല. അപ്പോൾ പുതിയ വ്യക്തികളും എല്ലാ റീഡിങ്ങും നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കരുത്. ഇതുവരെ കണ്ടുകൊണ്ട് വന്നിരുന്ന എനർജി വേറെയായിരിക്കാം. ഈ ഒരു എനർജി മറ്റാരുടെയെങ്കിലും ആണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് സ്കിപ്പ് ആവുകയാണ് വേണ്ടത്. നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളിത് ഫോഴ്സ്ഫുള്ളി ചെയ്യരുത്. കാരണം പല വ്യക്തികളും അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി അല്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ അല്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം ഇത് അപ്പം ഈ എനർജിയിലുള്ള വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ.
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ എനർജിയിലുള്ള വ്യക്തിക്ക് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ ഈ എനർജിയിലുള്ള വ്യക്തിക്ക്? റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്, പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വിട്ടു പോകത്തില്ല. അതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കും. കാരണം ഡബിൾ എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഒക്കെ നിങ്ങൾ വിചാരിക്കും തേർഡ് പാർട്ടിയെ ഫുള്ളായിട്ട് വിട്ടിട്ട് നിങ്ങളിലോട്ട് വരണമെന്ന്. അത് ചിലപ്പം ഈ ഒരു റീഡിങ്ങിലുള്ള വ്യക്തികൾക്ക് നടക്കത്തില്ല. ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സാധ്യമാകും. അത് വേണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കണം. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വരും എന്നുള്ളതില്ല. ഓക്കെ, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം തേർഡ് പാർട്ടി അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധനം അഴിയുന്നത് വരെയും തേർഡ് പാർട്ടി കൂടെ കാണും. ഓക്കെ, എന്തായിരുന്നാലും ഇതും 3 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി കൂടെ കാണും. ഓക്കെ, ഇവിടെയും തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്, ഇത് ഡബിളാണ് വന്നിരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെയും കൂടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻ ആണെങ്കിൽ അവർ ഓക്കെ പറയും. ഓക്കെ, അതൊക്കെ വേണോ വേണ്ടേന്നൊക്കെ വെക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഇത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. ഈ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുമെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു.